ഹായ് ഋതി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കുന്ന പുട്ടില്ലേ, ആ ബാക്കി വന്ന പുട്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് റെസിപ്പി തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ ബാക്കി വന്ന പുട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. രാവിലെ ഞങ്ങളെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു. അതിൽ 2.5 കഷ്ണം പുട്ട് ബാക്കി വന്നിട്ടുണ്ട്. ആ 2.5 കഷ്ണം പുട്ട് വെച്ച് നമുക്ക് ഇനി വേറെ എന്തൊരു റെസിപ്പി ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് 2 കോഴിമുട്ടയാണ് കേട്ടോ. കോഴിമുട്ടയിൽ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ചെറുതായിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ കോഴിമുട്ടയിൽ ഉള്ളിയും മുളകൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല കോഴിമുട്ടയിൽ. ഇനി ഞാൻ പാന് വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് എരിവിന് പച്ചമുളകും ചേർക്കുന്നുണ്ട്. പച്ചമുളകും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് പൊടിയുപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി നമ്മൾ വഴറ്റിയെടുക്കുക. അപ്പോൾ ടേസ്റ്റ് കൂടുതലാവാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ. തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി കൂടി ഈ ഒരു കൂട്ടിലേക്ക് ചേർക്കുന്നുണ്ട്. തക്കാളി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. നമ്മൾ അടച്ച് വെക്കുമ്പോൾ ഒന്ന് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം. ആദ്യമായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇതിൽ പച്ചമുളകും ചേർക്കുന്നുണ്ട് എരിവിനായിട്ട്. പിന്നെ കോഴിമുട്ടയിൽ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളെ കയ്യിൽ ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ നമുക്കത് ചേർക്കാവുന്നതാണ്. ഗരം മസാല കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു സ്നാക്സിന്. അപ്പോൾ ഇത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോഴിമുട്ട ചിക്കി പൊരിച്ചത് ഈ ഒരു കൂട്ടിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. കോഴിമുട്ട ഇതിൽ ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതായത് ഇതിൻ്റെ മസാലകളൊക്കെ എല്ലാ ഭാഗത്തേക്കും കോഴിമുട്ടയിലേക്കും കൂടി എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മളെ പുട്ട് ചേർത്ത് കൊടുക്കുക. പുട്ട് ഞാൻ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. രാവിലെ നമ്മൾ ഉണ്ടാക്കി വെച്ച പുട്ടാകുമ്പോൾ കുറച്ച് കട്ടിയായിരിക്കും. അപ്പോൾ അത് ഇഡ്ഡലി തട്ടിൽ വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റീം ചെയ്ത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ കൂട്ടിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ കൈ വിടാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതായത് ആ പുട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ മസാലയും ഉള്ളിയും ഒക്കെ ഇറങ്ങുന്നത് വരെ, കോഴിമുട്ടയൊക്കെ എത്തുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല കേട്ടോ ഇത് പുട്ട് കൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത്. ഇത് കാണുമ്പോൾ പുട്ടാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ബാക്കി വന്ന പുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ വൈകുന്നേരം ചായക്കുള്ള കടിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്നാക്സുകൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അവരത് കഴിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മളെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആ മസാലകളൊക്കെ ഇറങ്ങുന്ന രീതിയിൽ നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കണം.
ഇത് മുട്ടപ്പുട്ട് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടവും. ഇത് പുട്ടാണെന്നൊന്നും കുട്ടികൾ മനസ്സിലാക്കില്ല. നമ്മളെ വീട്ടിലുണ്ടാക്കിയ പുട്ട് നമുക്ക് വേസ്റ്റ് ആവുകയില്ല. വൈകുന്നേരങ്ങളിലുള്ള ചായക്കൊക്കെ നമുക്ക് രാവിലെ ബാക്കി വന്ന പുട്ട് കൊണ്ട് ഇങ്ങനെയുള്ള സ്നാക്സുകളൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഹെൽത്തി റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഗരം മസാല കൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.